ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഇവരൊരു എഗ് എടുത്ത് അതിനൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ എഗ് വൈറ്റ് ഒരു ബോളിലോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് അവർ പേനക്കത്തി പോലത്തുള്ള ഒരു കത്തി ഉപയോഗിച്ച് അവർ ഈ ഒരു എഗ്ഗിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട്. കുറേ ലൈൻസ്, കുറേ സ്ക്വയേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ സ്ക്വയേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റാർസ് ഒക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം ഈ ഒരു എഗ്ഗ് എന്താവും ഇനി ഫൈനൽ ലുക്ക് എന്ന്. അപ്പൊ ഈ ഒരു എഗ്ഗ് അവർ ഒരു യെല്ലോ വാട്ടറിൽ ഡിപ്പ് ചെയ്യുന്നുണ്ട്. ആ എഗ്ഗ് വാട്ടറിൽ നിന്ന് എടുത്തിട്ട് അധികമുള്ള വാട്ടറൊക്കെ അവർ തുടച്ച് വീണ്ടും ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ലീവ്സും ലൈൻസ് ഒക്കെയാണ് ഇപ്പോൾ അവർ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഫൈനൽ ലുക്ക് ആവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വീണ്ടും ഒരു റെഡ് വാട്ടറിൽ മുക്കുന്നുണ്ട്. എന്നിട്ട് അധികമുള്ള വാട്ടർ ടിഷ്യൂ വെച്ച് കളയുന്നുണ്ട്. പിന്നെ അവർ ചെയ്യുന്നത് വാക്സ് ആണെന്ന് തോന്നുന്നുണ്ട്. വാക്സ് എടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് അവർ ആ എഗ്ഗിന് കൊടുത്ത ചില ഡിസൈനിന് മാത്രം അവർ വാക്സ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാക്സ് അവർ ചെയ്ത ചില ഡിസൈൻമേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ ഒരു ബ്ലാക്ക് ബാട്ടിലോട്ട് അതിട്ടിട്ട് എക്സസൈസിലെ വാട്ടർ തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മെഴുകുതിരി വെച്ചിട്ട് ആ ഒരു വാക്സ് ഒക്കെ തുടച്ച് മാറ്റുന്നുണ്ട് ഗൈസ്. അടിപൊളി. അവരുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ സമ്മതിക്കന്നെ വേണം. നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഒരു എഗ്ഗാന്ന് ആരെങ്കിലും പറയുമല്ലേ? നല്ല അടിപൊളി ക്രിയേറ്റിവിറ്റി തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.